അനസേ നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നത് 2 വർഷം മുമ്പല്ലേ വീഡിയോ ഇത്? രണ്ടര വർഷം മുമ്പാണല്ലേ? ഓക്കെ. നമ്മളിപ്പം ആക്ച്വലി മലപ്പുറത്താണുള്ളത്, ബിഗോസിന്റെ ഷോറൂമിലാണ്. അപ്പൊ നമ്മൾ പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഓക്കെ. അപ്പം നമുക്ക് കാര്യമായിട്ട് അറിയാനുള്ളത് വണ്ടിന്റെ മോട്ടോർ പവർ, ബാറ്ററി കപ്പാസിറ്റി, റേഞ്ച്, അതുപോലെ തന്നെ പ്രൈസും വാറണ്ടി, ഇതൊക്കെയാണ് ആൾക്കാർ ഫസ്റ്റ് നോക്കുന്ന കാര്യങ്ങൾ അല്ലേ? അപ്പൊ നമുക്ക് മോട്ടോറിൽ തന്നെ തുടങ്ങാം. നോർമലി 2.5 കിലോ വാട്ടിൽ വരുന്ന പീക്ക് പവറിൽ വരുന്ന മോട്ടറാണ് ഇതിൽ വന്നിരിക്കുന്നത്. PMS ഹബ് മോട്ടറാണ് വന്നിരിക്കുന്നത്. കണ്ടിന്യൂസ് പവർ 1.5 കിലോ വാട്ടിലാണ് വന്നിരിക്കുന്നത്. കണ്ടിന്യൂസ് പവർ എത്രയാ? 1.5 കിലോ വാട്ട്. ഓക്കെ. പീക്ക് പവർ 2.4 കിലോ വാട്ട്. അപ്പോൾ ഇത്രയും പവർ കുറച്ച് കമ്പാരേറ്റീവ്ലി നമ്മൾ മറ്റ് വണ്ടികളായിട്ട് നോക്കുമ്പോൾ ഇതിന് കുറച്ച് മോട്ടോർ പവർ കുറച്ച് കുറവാണ് അല്ലേ? അതെ. അന്നിപ്പം 2 പേര് വെച്ചിട്ടൊക്കെ നമ്മളൊരു കയറ്റം കയറുകയാണെങ്കിൽ ശരിക്കും ഇത് കയറാൻ പറ്റുമോ? അതായത് കുറവ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിനൊരു പ്രൈസും വെച്ച് കമ്പയർ ചെയ്യണമല്ലോ. പ്രൈസ്, ഇതിന്റെ സ്പെക്ക്, ബാക്കിയുള്ള സ്പെക്കും എല്ലാം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു കുറവ് എന്ന് പറയാൻ പറ്റില്ല. 1.5 കിലോ വാട്ടിൽ കണ്ടിന്യൂസ് പവർ കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു മോട്ടോർ പവർ തന്നെയാണ്. പക്ഷെ ഒരു എതർ പോലുള്ള ചേതക്ക് പോലുള്ള വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ച് കുറവ് തന്നെയാണ്. അതിന് പ്രൈസും വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് അവർ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തല്ലേ നോക്കേണ്ടത്. അവർ നമ്മളെ ഷോറൂമിൽ വരിക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അവർക്ക് ആ ഒരു പവർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് മുന്നോട്ടേക്ക് പോകാന്നുള്ളതാണല്ലോ. അതേപോലെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എത്രയാ? ഇത് നമുക്ക് UVA EX എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമുക്ക് 2.3 കിലോ വാട്ടാണ് വന്നിരിക്കുന്നത്. ഇനി UVA മാക്സ് എന്ന മോഡൽ വരുന്നുണ്ട്, അതിന് 3 കിലോ വാട്ടാണ് ബാറ്ററി വന്നിരിക്കുന്നത്. ഇതിന്റെ ബാറ്ററി എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ബാറ്ററി നമുക്ക് ഡിക്കിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഡിക്കി തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഹാഫ് ഫേസ് ഹെൽമെറ്റ്? ഹാഫ് ഫേസ് ഹെൽമെറ്റ് ആണ്. ഓക്കെ. ഇത് എത്ര ബൂട്ട് സ്പേസ് എത്ര വരുന്നുണ്ട്? ഇത് 21 ലിറ്റർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഇതാണ് ബാറ്ററി അല്ലേ? അതെ. ഈ ബാറ്ററിയിൽ നമുക്ക് 2.3 കിലോ വാട്ട് ആണെന്നുണ്ടെങ്കിലും ഇതിൽ അലൂമിനിയം കോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ബാറ്ററി കാണുന്നില്ലേ? അലൂമിനിയം കോട്ടിങ്ങിൽ വന്നിരിക്കുന്ന LFP ബാറ്ററിയാണ്. ഓക്കെ. LFP ആണല്ലേ? അതെ, LFP ബാറ്ററി. ഇതൊക്കെ ഇത് ചാർജിങ് പോർട്ടാണ്. ഇവിടെയാണ് ഇതിന്റെ ചാർജിങ് വരുന്നത്. ഓക്കെ. ഇതാണ് നമ്മൾ ചാർജിങ് വരുന്നത്. ചാർജ് ചെയ്തതിനു ശേഷം അതിന്റെ വയർ നമുക്ക് ഇതിലൂടെ പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് അടച്ചു വെക്കാം. ഇതൊരു സേഫ്റ്റി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാലോ, പുറത്ത് ചാർജ് കൊടുക്കുന്ന സമയത്ത് കുട്ടികളോ ആരെങ്കിലും ഒക്കെ ഇളക്കിയിടുന്നൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അതും കൂടെ ഇല്ലാതിരിക്കാനും ഇത് എന്ത് ചെയ്യും, നമ്മൾ സഹായിക്കുന്നതാണ്. ഈ ഒരു 2.3 കിലോ വാട്ട് അവർ ബാറ്ററി ഫുൾ ചാർജ് ചെയ്താൽ ഏകദേശം എത്ര കിലോമീറ്റർ? ട്രൂ റേഞ്ച് കേട്ടോ, ട്രൂ റേഞ്ച്. IDC അല്ല. ഓക്കെ. IDC നമുക്ക് 105 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. ട്രൂ റേഞ്ച് നമുക്ക് 85 to 90 കിട്ടുന്നത്. നിലവിൽ കസ്റ്റമർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ഒരു 85 to 90 ആണ് നമുക്ക്. അപ്പൊ ഞാൻ ആലോചിക്കുന്ന കാര്യം എന്താ അറിയോ, ഇപ്പം സാധാരണ ഇപ്പൊ ഒരു മറ്റ് വണ്ടികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ 3.4 അല്ലെങ്കിൽ 4 കിലോ വാട്ട് അവർ ബാറ്ററി ഉള്ള വണ്ടികൾക്കും 100 കിലോമീറ്റർ റേഞ്ചേ കിട്ടുന്നുള്ളൂ. അതിന്റെ നേരെ പകുതി ഇതിന് ബാറ്ററി ഉള്ളൂ അല്ലേ? എന്നിട്ടും നിങ്ങൾക്ക് ഇതിന് 100 കിലോമീറ്റർ കിട്ടുന്നതാണോ പറയുന്നത്? അത് 1-2 കാര്യങ്ങളുണ്ട് അതിൽ. ഒന്ന്, ഇതിൻ്റെ മോട്ടോർ പവർ മറ്റതിൻ്റെ ഒരു ഹ്യൂജ് മോട്ടോർ പവറുള്ള വണ്ടി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1.5 കിലോ വാട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കണ്ടിന്യൂസ് പവർ ഇതിന് വരുന്നുള്ളൂ. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തത് ഇതിൻ്റെ ആക്സലറേഷനാണ്. ഇത് നമുക്ക് 60 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. മറ്റുള്ളത് ഇത് 80, 90 പോകുന്ന സമയത്ത് സ്വാഭാവികം അതിൻ്റെ ഡ്രെയിൻ എന്ത് ചെയ്യും, ആ ബാറ്ററിയിൽ വരും. ഇതിന് എത്ര റൈഡിങ് മോഡ്സാണ് വരുന്നത്? ഇതിന് ടോട്ടൽ 3 റൈഡിങ് മോഡാണ് വരുന്നത്. ഒന്ന് ഇക്കോണമി, പിന്നെ സ്പോർട്സ്, പിന്നെ റിവേഴ്സ്. ഇതിൽ ഇക്കോണമിയിൽ നമുക്ക് 45 കിലോമീറ്റർ വരെയാണ് സ്പീഡ് വരുന്നത്. സ്പോർട്സിൽ വന്ന സമയത്ത് 60 കിലോമീറ്റർ വരെയാണ് സ്പീഡ് വരുന്നത്. 60 ആണ് ടോപ്പ് സ്പീഡ്. 60 ഒരു 62 അതാണ് ടോപ്പിന്റെ ആയിട്ട് വരുന്നത്. 2.3 കിലോ വാട്ട് അവറിന്റെ ബാറ്ററി അല്ലേ ഇതിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ? അതെ അതെ. അത് ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം എത്ര ടൈം എടുക്കുന്നുണ്ട്? നമുക്ക് 0 to 80 ആവണമെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറും 0 to 100 ആവണമെന്നുണ്ടെങ്കിൽ 5.5 മണിക്കൂറുമാണ് കമ്പനി പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് എത്ര വാട്ട്സ് ചാർജറാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 500 വാട്ട്സ്, 500 വാട്ട്സ് 10 ആംപിയർ ചാർജറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചാർജർ നമുക്ക് IP67 വേർഷനിൽ വരുന്ന ചാർജറാണ് കേട്ടോ. ഓക്കെ, ഫൈൻ. അതേപോലെ ഇതിന് സസ്പെൻഷൻ എനിക്ക് വന്ന ടെലിസ്കോപ്പിക് അല്ലേ ഇത്? അതെ അതെ അതെ. അതേപോലെ പിറകിൽ എനിക്ക് വന്ന 2 അല്ലേ? ഡുവലാണ് വരുന്നത്. സ്പ്രിംഗ് കോയിൽ ആണല്ലേ? അതെ അതെ അതെ. അതേപോലെ പല വണ്ടികൾക്കും ഇല്ലാത്തൊരു സംഭവം ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. എന്റെ വണ്ടിക്കും ഇല്ല സത്യം പറയുകയാണെങ്കിൽ. സെൻട്രൽ സ്റ്റാൻഡ് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. വണ്ടി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ടയറൊന്നും തിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതേപോലെ രണ്ടും എനിക്ക് തോന്നുന്ന ഡ്രം ബ്രേക്സാണ് വരുന്നത് അല്ലേ? അതെ, ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ഓക്കെ. അതേപോലെ ഇപ്പം പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ബാറ്ററിനെ കുറിച്ചിട്ട് ആൾക്കാർ പഠിച്ചു കഴിഞ്ഞു അല്ലേ? LFP എന്താണെന്നും NMC എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇതിൽ LFP ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോഴും ചിലർക്കെങ്കിലും ഇത് അറിയുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഡിഫറൻസ്? പറഞ്ഞാൽ NMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം അയണിൽ വരുന്നൊരു കോമ്പോസിഷൻ ആണ്. അത് നോർമലി ഹീറ്റിംഗ് അബ്സോർബേഷൻ കുറച്ച് കുറവായിരിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് കുറച്ച് അധികം ഹീറ്റ് ആകുന്ന സമയത്ത് തീ പിടിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ
LF വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലായിരിക്കും, മോശം എന്നല്ല. LF ആകുമ്പോൾ കുറച്ചും കൂടെ എന്താണ് സെക്യൂർഡാണ്. പിന്നെ നമ്മൾ ഈ ബാറ്ററിയിൽ നമുക്ക് അലൂമിനിയം കോട്ടിംഗ് ആണ് വരുന്നത്. അപ്പം നിങ്ങൾ ഇതിന് മുമ്പ് തന്നെ ഒരുപാട് വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും. വണ്ടി ആക്സിഡന്റ് ആവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാറ്ററി പാക്ക് ക്രാക്കാവും. ക്രാക്കായിട്ട് ബാറ്ററിയിലേക്ക് വെള്ളം വീഴുന്നതും അത് കാരണമായിട്ട് തീ പിടിക്കുന്നതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇത് അലൂമിനിയം കോട്ടിങ്ങിൽ വരുന്നതുകൊണ്ടാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ബാറ്ററിയിൽ വരുന്നില്ല. പിന്നെ ഇതിൽ എന്തൊക്കെ സ്മാർട്ട് ഫീച്ചേഴ്സാണ് വരുന്നത്? സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നോർമൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ട രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിന് സൈഡ് സൈലൻസർ വരുന്നുണ്ട്, പിന്നെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി ഓപ്ഷൻ വരുന്നുണ്ട്, ബാറ്ററി പെർസെന്റേജ് കാണിക്കുന്നുണ്ട്, റിവേഴ്സ് മോഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാറ്ററിയിൽ ഓട്ടോ കട്ട് ഓഫ് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിൽ വരുന്നിരിക്കുന്നത്. ഒരു ഓവറായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടില്ല. ഇത് ആ രീതിയിൽ ഇറക്കിയൊരു വണ്ടിയല്ല. ഇത് എത്ര ഇഞ്ചസ് ടയേഴ്സാ? ഇത് ഫ്രണ്ടും ബാക്കും 10 ആണ് വരുന്നത്. രണ്ടും 10 ആണല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. അതേപോലെ നമുക്ക് ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും മൊബൈൽ വെക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അല്ലേ? അതെ അതെ. അതേപോലെ അനസ്യ, നിങ്ങളിത് എങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വണ്ടി സത്യം പറയുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത്? അതായത് ഒരു പെട്രോളിനെ മാറിയിട്ട് ഇലക്ട്രിക് ചിന്തിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് ഇത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഓരോരുത്തർക്ക് ഓരോ പെർസ്പെക്റ്റീവ് അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ മൈലേജ്, സ്പീഡ്, പെർഫോമൻസ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ അവരവർക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് അവരാണല്ലോ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഏതൊരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നു. ഇനി നമുക്ക് കാര്യമായിട്ട് അറിയാനുള്ളത്, അതായത് എല്ലാവർക്കും അറിയേണ്ട കാര്യം അല്ലേ, പ്രധാനപ്പെട്ടത് ഇതിൻ്റെ വിലയും വാറണ്ടിയുമാണ്. അതൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഈ വാഹനത്തിന് 5 വർഷം വരെയാണ് വാറണ്ടി വരുന്നത്. ബാറ്ററിക്കാണ് 5 വർഷം. ബാക്കി വെഹിക്കിളിന് മൊത്തത്തിൽ 3 വർഷം വരെയാണ് വാറണ്ടി വരുന്നത്. ഇതിൻ്റെ പ്രൈസാണ് ഹൈലൈറ്റ്. 89,900 ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അറിയാലോ, എല്ലാത്തിനും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ നമ്മൾ EV-യിലേക്ക് മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കമ്പനി ഈ പ്രൈസിൽ ഇപ്പോൾ ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഓൺ റോഡ് പ്രൈസ് ആണ് 89,900. ഇപ്പൊ നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പേര് വെച്ചിട്ട് ഈ കയറ്റം കയറാൻ ഈ ഒരു മോട്ടോർ പവറിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഇവിടെ ഏതെങ്കിലും കയറ്റങ്ങളുണ്ടോ? ടെസ്റ്റ് ചെയ്ത് നോക്കാം. കയറ്റമുണ്ട്. ചെറിയ കയറ്റല്ല, കുറച്ച് വലുപ്പം വേണേ, വലുത് കുറച്ച് നോക്കാം. അനസ, ഇതല്ലേ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ? C112 Max അല്ലേ? അതെ അതെ. ഇതിൽ കുറെ കളർ ഡിഫറൻസ് എല്ലാം കാണുന്നുണ്ടല്ലോ. അപ്ഡേഷൻ എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇത് നമുക്ക് ഇതിന്റെ അപ്ഗ്രേഡ് വേർഷൻ ആണ്. ഇത് നമുക്ക് C12 IMAX 3.0 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഡുവൽ ടോൺ കളർ സിസ്റ്റം, അതുപോലെ തന്നെ TFT ഡിസ്പ്ലേ കൊണ്ടുവന്നു, ക്രൂയിസ് കൺട്രോൾ, അങ്ങനത്തെ കുറച്ച് അപ്ഡേഷൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതൊരു കാറ്റാണ് കേട്ടോ. അത് ചിലപ്പോൾ വീഡിയോയിൽ മനസ്സിലാവുമോ എന്ന് അറിയില്ല. എന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്സ് നോക്കിയാൽ മനസ്സിലാവും. ഉണ്ടോ? അപ്പോൾ നമ്മൾ വണ്ടി ഏകദേശം എൻ്റെ കൂടെ 2 ആൾ വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വളവിൽ വെച്ചിട്ട് കയറുമോ നോക്കാം. ഇവിടെ വണ്ടി നിർത്തിയിട്ട് മുകളിലേക്ക് കയറുമോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പേരും കൂടിയാണ് കയറി നോക്കാൻ പോകുന്നത് കേട്ടോ. എനിക്ക് ഏകദേശം 72 കിലോ ഉണ്ട് വെയിറ്റ്. നിങ്ങൾ എത്രയാ? 70. ഏകദേശം ഒരു 142 കിലോ അല്ലെങ്കിൽ ഒരു 140 കിലോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ കയറ്റി നോക്കാൻ പോകുന്നത്. എന്തായാലും അനസ് ബ്രോ, ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വണ്ടി നിങ്ങൾ പറഞ്ഞ ആ കയറ്റുണ്ടല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയറ്റം, ഒരു ആവറേജ് കയറ്റാണ്, വലിയ കയറ്റൊന്നുമില്ല, ആവറേജ് കയറ്റാണ്. കയറ്റി നോക്കി അതിൻ്റെ പീക്കിൽ വെച്ചിട്ടാണ് കയറ്റി നോക്കിയത്. 2 പേര് വെച്ചിട്ട് അത് ഈസി ആയിട്ട് കയറിപ്പോയി ബുദ്ധിമുട്ടില്ലാണ്ട്. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.